അങ്ങനെ കല്യാണത്തിൽ ഏറ്റവും ടാസ്ക്കായിട്ടുള്ള തുണിയെടുപ്പ് പരിപാടിക്ക് വേണ്ടി നമ്മൾ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കരുനാഗപ്പള്ളി എസ് ഭാരതിലാണേ വന്നത്. ആദ്യം തന്നെ അഞ്ചിൻ്റെ ഡ്രസ്സ് അങ്ങ് സെറ്റാക്കി. പുള്ളിക്കാരി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യുകയാണെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ മെറ്റീരിയലൊക്കെ നോക്കിയിട്ട് അഞ്ചൊരു ഡ്രസ്സ് സെറ്റാക്കിയിട്ട് നമ്മൾ നേരെ വന്നത് നമ്മളുടെ ബ്രൈഡിൻ്റെ, അതായത് നമ്മളുടെ ഗൗരിയുടെ സാരിയൊക്കെ എടുക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം ആൾ പറഞ്ഞു ഒരു കളറിൽ സാരി നമ്മൾ ട്രയൽ ചെയ്തിട്ട് ആൾക്കൊട്ടും സൂട്ടാവുന്നില്ലായിരുന്നു കേട്ടോ. അതായത് ഒരു ബ്രൈറ്റ്നസ് കിട്ടുന്നില്ലായിരുന്നു, കുറച്ച് ഡള്ളായിരിക്കണ പോലെ തോന്നി. പിന്നെ നമ്മൾ കുറേ സാരിയൊക്കെ ട്രൈ ചെയ്ത് നോക്കി. അതുണ്ടെങ്കിൽ നമ്മുടെ ജാനൂട്ടൻ വന്ന് നല്ല ക്യൂട്ട്നെസ് ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാൻ എനിക്കുള്ള സാരിയൊക്കെ നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ സാരി നോക്കാനും കുറേ സമയമൊക്കെ എടുത്തു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് എന്തായാലും ഉച്ചയായപ്പോഴത്തേക്ക് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് നല്ല ഭൂമിയിലായിട്ട് പോയിട്ടുണ്ട്. 5 തന്നെ ഡ്രസ്സൊക്കെ എടുത്ത് ക്ഷീണിച്ചിരിക്കുകയാണ്. ആദ്യം തന്നെ ആളുടെ ഡ്രസ്സ് എടുത്ത് വെച്ചുകൊണ്ട് വേറെ പണിയൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ബോറടിച്ച് ഇങ്ങനെ കുത്തിയിരിക്കുകയാണ്. അപ്പോൾ അതാണ് അവരൊക്കെ ഓരോ കിഴി ബിരിയാണിയാണ് കേട്ടോ വാങ്ങിയത്. ഞാനും ഏട്ടനും നല്ല ഊണാണ്, അമ്മയും ഊണാണ് കേട്ടോ വാങ്ങിയത്. അതിൻ്റെ കൂടെ നല്ല കണവയും മീൻ പൊരിച്ചതും ഒക്കെ ആയിട്ട് ഒത്തിരി നാളിന് ശേഷം നല്ലൊരു ഊണ് കഴിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ കല്യാണ ചെക്കിന് എന്താണ്ട് ഇവിടെ ഇരിപ്പുണ്ടേ. ശരിക്കും ഞങ്ങൾ നല്ല ഭൂമിയിൽ വന്നത് ഇവിടുത്തെ ചട്ടിച്ചോറ് കഴിക്കുക എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ലേറ്റായി പോയതുകൊണ്ട് ചട്ടിച്ചോറൊന്നും കിട്ടിയില്ല കേട്ടോ. ആകെപ്പാട് 2-3 മീൽസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതും പിന്നെ കിഴി ബിരിയാണി ഉണ്ടായിരുന്നേ. അപ്പോൾ ആ 3 മീൽസ് ഉള്ളത് ഞാനും ഏട്ടനും അമ്മയുടെ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ തട്ടിയിട്ട് ദാണ്ട നേരെ ഇനി അടുത്ത പരിപാടിക്ക്, അതായത് മീൻസ് ഇനി ആർക്കാണ് ഡ്രസ്സ് എടുക്കേണ്ടതെന്നുള്ളതൊക്കെ പ്ലാൻ ചെയ്തൊക്കെ നമ്മളങ്ങനെ ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളുടെ ഉച്ചയൂണിന് ശേഷം നമ്മൾ ആദ്യം ഡ്രസ്സ് എടുക്കുന്നത് നമ്മളുടെ ഗ്രൂമിനാണ് കേട്ടോ. അപ്പോൾ ഗ്രൂമിനുള്ള ഡ്രസ്സൊക്കെ എടുത്തു. അങ്ങനെ റിസപ്ഷനും സേവ് ദ ഡേറ്റും എല്ലാ ഫംഗ്ഷനുള്ള ഡ്രസ്സൊക്കെ ഏകദേശം ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ എടുത്ത് തീർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു കുട്ടി വീഡിയോയിൽ അത്രയുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി ഒരു വീഡിയോയിൽ കാണുന്നതിന് വരെ ടാറ്റ ബൈ ബൈ.